ഇതിൽ തന്നെയാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, അങ്ങ് ഹലോ ഹലോ കേൾക്കാം, പറഞ്ഞോ. അങ്ങ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണെന്ന് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ PTA ഉണ്ടായിരുന്നു, സജീവമായ വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ നോക്കിയിരുന്നതാണ്. ഒപ്പം ഒരു ഇടത് ചിന്തകനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ CPI പറഞ്ഞ് പറ്റിച്ചോ? ഇത് നിങ്ങൾ അവരോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ഞങ്ങളിത് ഒപ്പിടാൻ പോവുകയാണ്, 1 വർഷം 4-5 മാസം നിങ്ങൾ മുമ്പേ തീരുമാനിച്ചതാണ്. എന്നെക്കുറിച്ച് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മാത്രം തെറ്റിപ്പോയി, ഞാൻ CPI-കാരനാണ്. CPI ആണല്ലേ? ശരി. അപ്പം ഞാനൊരു CPI, ശരി, ഞാൻ CPM ഇടതാണെന്ന് എനിക്കറിയാം, CPM. അപ്പം നിങ്ങളെ പറ്റിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായും നമ്മൾ ഒരു പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഡസൻ കണക്കിന് ആശയങ്ങളും പാർട്ടിയും വേണ്ടല്ലോ. നമ്മളൊരു ആശയത്തിൽ നിന്ന് പിന്മാറുമ്പോൾ പിന്നെ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിബിലിറ്റി ഇല്ല. അതാണ് CPI. ഇത് മറ്റേതെങ്കിലും ചെറിയ വിഷയം പോലെ അല്ല. നിങ്ങൾ സാധാരണ നമ്മൾ കേരളത്തിലൊരു ജനങ്ങൾക്കൊക്കെ ഒരു അവഹേളനം പോലെ പറഞ്ഞിട്ടുണ്ട്. CPI അവസാനം കോംപ്രമൈസ് ചെയ്യും, CPI ഒരു പാവപ്പെട്ട പാർട്ടിയാണെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതൊക്കെ തീർച്ചയായിട്ടും ന്യായമായിട്ട് സഹിക്കാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ ഒരു വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ CPI-ക്ക് മറ്റ് ഏതെങ്കിലും, ഇന്നാൾ വിദ്യാഭ്യാസ മന്ത്രി 2 ദിവസം മുമ്പ് പറഞ്ഞ കണക്ക് ഭക്ഷ്യവകുപ്പിൽ നിന്ന്. പക്ഷേ ഞാൻ അതല്ല ചോദിക്കുന്നത്, ഇത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ശ്രീ രാധാകൃഷ്ണൻ. അതായത് ഒരു തെരഞ്ഞെടുപ്പ് ഇയറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 3ാം പിണറായി സർക്കാരിന് വേണ്ടി കോപ്പ് കൂട്ടുകയാണ് ഇടതുമുന്നണി. അപ്പോഴാണ് നിങ്ങൾ ഇതുപോലെ ഒരു രഹസ്യമായി വെക്കേണ്ട ഒരു കാര്യത്തിൽ പരസ്യ പ്രതികരണമായി വന്ന് മൊത്തത്തിൽ ഇത് കുളവാക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ആ ആരോപണത്തെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? അവർക്ക് പണവും അധികാരവും മതി. CPI ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾക്ക് ഭരണം വിഷയമല്ല. ഞങ്ങള് ഞാനിവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് 100 വർഷം ആഘോഷിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, 100 വർഷം ഉണ്ടായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ അധികാരത്തിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് അതിൽ യാതൊരു അധികാരത്തിലോ പണത്തിലോ അല്ല. ഞങ്ങൾക്കൊരു ആശയമുണ്ട്, അതാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരന്റെ കണക്ക് BJP-കാരന്റെ വടക്കേപ്പുറത്ത് പോയി അടിയറക്കി വയ്ക്കുന്ന CPM-ന്റെ പണത്തിന്റെ ഈ കേരളത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിയുന്നവരല്ല ഞങ്ങൾ CPI-കാർ. പണത്തിന് വേണ്ടി 4 കാശിന് വേണ്ടി ഒറ്റ കൊടുക്കുന്ന യൂദാസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് ഭരണം വേണ്ട, ഞങ്ങൾ ഒന്നും വേണ്ട. അല്ല, പക്ഷേ അവരെ ഇപ്പം നിങ്ങളെ മുന്നണിയിൽ വലിയ കാര്യമാത്ര പ്രസക്തമായി കാണുന്നില്ല. നിങ്ങൾ പോയാൽ എവിടെ പോകാൻ എന്നൊക്കെ അവരുടെ അണികൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? അല്ല, അണികളോട് എനിക്ക് പറയാനുള്ളൂ, CPM-ന് ഇന്ത്യയിൽ വലിയ പ്രസക്തിയാണല്ലോ. ബംഗാളിലെ കാര്യം അറിയാമല്ലോ. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ പേടിപ്പിക്കേണ്ട. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, ക്രെഡിബിലിറ്റി ഉള്ള പാർട്ടി CPI ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നിർണായക ഘട്ടത്തിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ മറ്റൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ മന്ത്രിമാര്, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇനി അവസാനമായി ചോദിക്കട്ടെ. ഈ മുഖ്യമന്ത്രി ഇപ്പൊ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ന് പിന്നോട്ട് പോയാൽ പലരും ചോദിച്ചല്ലോ, നിങ്ങൾ കോവളം കൊട്ടാരത്തിന് സമരം വന്നു, നിങ്ങൾ സമരം മാത്രമേ ഉള്ളൂ, പിന്നെ കുറെ കഴിയുമ്പോൾ നിങ്ങൾ പിന്നോട്ട് പോകുന്നുണ്ടെന്ന്. ഇല്ല, പിന്നോട്ട് പോകത്തില്ല. ഇതിൽ പിന്നോട്ട് പോകില്ലെന്നാണല്ലോ ഇതുവരെ കാണുന്നത്. പോകാൻ പാടില്ലെന്നാണ് താഴെത്തട്ടിലുള്ള ഞങ്ങൾ സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായം. കാരണം ഇത് ആശയം. അങ്ങനെയാണെങ്കിൽ BJP-ക്ക് വോട്ട് ചെയ്താൽ പോരെ? ഇന്ത്യയുടെ അവർ എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത് രാവണനാണെന്നും പ്ലാസ്റ്റിക് സർജറി നടത്തിയത് ഗണപതിയാണെന്നും പഠിപ്പിക്കുന്ന സിലബസ് അല്ലേ അവർ കൊണ്ടുവരാൻ പോകുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാർ CPM-കാർ 4 കാശ് മേടിച്ചിട്ട് ശിവൻകുട്ടി മന്ത്രി അത് ചെയ്യുന്നെങ്കിൽ ജനങ്ങളോട് നാളെ അവരോട് ചോദിച്ചോളും. അല്ല, പക്ഷെ അങ്ങനെ ഉണ്ടോ? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ NEP-യുടെ ഇത് പിടിക്കണമെന്ന് പറയുമ്പോഴും ഇവിടെ സ്വതന്ത്രമായ ഒരു സിലബസ് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും ഈ സർക്കാരിന് നൽകിക്കൊണ്ടല്ലേ ഈ പോളിസി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആശങ്കപ്പെടാൻ എന്തുണ്ട് എന്നാണ് മറ്റൊരു ചോദ്യം. എന്ത് സുഹൃത്തെ, താങ്കൾക്ക് എല്ലാം അറിയാം. പിന്നെ 2 ദിവസത്തിന് മുമ്പ് നമ്മളെ ശിവൻകുട്ടി മന്ത്രി ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഭക്ഷ്യവകുപ്പിലേക്ക് പണം കൊടുത്തു. നമുക്ക് മറ്റേ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പണം കൊടുക്കുവാൻ കരാർ വെക്കാറുണ്ടോ? എന്തിനാണ് കരാർ വെച്ചിരിക്കുന്നത്? ഈ നയത്തിൽ കരാർ എന്തിനാണ്? നിങ്ങൾ ബാങ്കിൽ നിങ്ങളുടെ വസ്തു കൊണ്ട് പരേഡം വെച്ച് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ പ്രമാണം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് പിറ്റേന്ന് സുല്ലിട്ടാ തീരുവോ സുഹൃത്തെ? അതാണിത്. കരാർ ഒപ്പിട്ടത് നടപ്പാക്കാതെ അവരുടെ വിദ്യാഭ്യാസ കേന്ദ്രം മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ അവരുടെ വിദ്യാഭ്യാസ സംഹിത കൊണ്ടുവരുന്നത്, അതുകൊണ്ട് കരാർ ഒപ്പിട്ടത്. ശിവൻകുട്ടി ഓർമ്മയും അറിവില്ലാതെ മെനഞ്ഞാന്തോ പറഞ്ഞത് അവിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് പണം മേടിക്കുന്ന കരാർ മേടിച്ചിട്ടാണോ? കരാർ വെച്ചിട്ടാണോ? ആത്യന്തികമായി നിങ്ങൾ ഇത് പറഞ്ഞാൽ ഇത് CPM കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എന്താ ഒരു പോംവഴിയില്ലല്ലോ? ഞാനൊരു സാധാരണ പ്രവർത്തന. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കേരളത്തിൽ ക്രെഡിബിലിറ്റി വേണമെങ്കിൽ ഇതിൽ സുശക്തമായ തീരുമാനം എടുക്കണം. അധികാരം പ്രശ്നമല്ലെന്നാണ് താഴെത്തട്ടിലുള്ള ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും കൃത്യമായ ഒരു അഭിപ്രായമാണ്. അപ്പം ഞാൻ CPI കാരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അങ്ങ് ഇത് വിളിച്ചത് ഇന്ന് ഏറ്റവും പ്രധാനമായ നീക്കത്തിൽ സമയത്താണ്. അപ്പോൾ വർഗീസ് എറണാകുളത്ത്